വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ഏതാനും ദിവസം മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവയിറങ്ങിയെന്നായിരുന്നു വ്യാജ പ്രചരണം നടത്തിയതെങ്കിൽ ഇപ്പോൾ ഒരു നാടിനെ ആകെ ഭീതിയിലാഴ്ത്തി പഴയ മൂന്നാറിൽ കരടിയിറങ്ങിയെന്നാണ് പ്രചാരണം. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രചരിപ്പിച്ച ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ മേഖലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വനം വകുപ്പിനെതിരെ പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വ്യാജ പ്രചരണം ഉദ്യോഗസ്ഥർക്ക് ഇരുട്ടടിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. വിവരമറിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കരടിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ഇതോടെ വനം വകുപ്പ് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ഇത്തരം വ്യാജ പ്രചാരണം വനം വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ കടുവ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എൻ്റെ വീട്ടിൻ്റെ പുറകിൽ ആന വരും, കടുവ വരും. അത് കരടി ഈ ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ പേടിച്ചു പോയതാണ്. കുടുംബത്തെ വിളിച്ചു പറഞ്ഞു, ഇവിടുത്തെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. അവസാനമാണ് ഇവിടെ ഫോറസ്റ്റ് വന്നു, ഒരു തെരച്ചിലൊക്കെ നടത്തിയിട്ട് പോയി. അവസാനം ഇതറിയുന്നത് ഇങ്ങനെ AIയുടെ ഭാഗത്ത് ഉണ്ടായ ഒരു ഇതാണ് എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുമായിരുന്നില്ല. ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വനംവകുപ്പ് അന്ന് തന്നെ നിർദ്ദേശം നൽകിയെങ്കിലും വീണ്ടും തുടരുന്ന സാഹചര്യമാണുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ.